സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. ഇസ്രായേലിന്റെ കഥ പറയുന്ന വീഡിയോ സീരീസിലെ 3-ാം ഭാഗത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഈ ഭാഗത്ത് തുടക്കമെന്ന നിലയിൽ ഞാൻ ആദ്യ ഭാഗത്ത് പറയാൻ വിട്ടുപോയ കുറച്ചുകൂടി ചരിത്രപരമായ ബാക്ക്ഗ്രൗണ്ട്സിനെ കുറിച്ച് പറയണം എന്ന് വിചാരിക്കുകയാണ്. ഈ ബാക്ക്ഗ്രൗണ്ട്സ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് ബൈബിളിൽ തന്നെയാണ്. ആ ബാക്ക്ഗ്രൗണ്ട്സിനെ കുറിച്ചൊക്കെ വളരെ ബ്രോഡായിട്ടുള്ള റിസർച്ചുകൾ, ഗവേഷണങ്ങൾ നടന്നിട്ടുണ്ട്. ആർക്കിയോളജിക്കൽ ഫൈൻഡിങ്സ് ഉണ്ട്, കൂടാതെ റൈറ്റിങ്സ് ഉണ്ട്, ഗുഹാലിഖിതങ്ങളുണ്ട്, പാപ്പറസ് ലിഖിതങ്ങളുണ്ട്, തോലിൻ്റെ മേലെ എഴുതിയതുണ്ട്, ബൈബിളിൽ നിന്ന് വിട്ടുള്ള ധാരാളം ലേഖനങ്ങൾ വേറെയും. അപ്പോൾ ഇതൊക്കെ ചേർത്തുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ എല്ലാം മൊത്തം റീഡിങ്ങിൽ നിന്നാണ് ഓരോ കൺക്ലൂഷൻസിലേക്ക് എത്തുന്നത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ മെസപ്പൊട്ടോമിയൻ റീജിയൻ എന്ന് പറയുന്ന അബ്രാഹത്തിൻ്റെ പ്രദേശം അത് വലിയ ഒരു ഏരിയയാണ് നമ്മൾ പറഞ്ഞത്. ഏകദേശം 10,200 കിലോമീറ്റർ നീളത്തിൽ യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദികളോട് ചേർന്ന് ഇന്നത്തെ കറണ്ട് ഇസ്രായേലിന്റെ സീനായ് മരുഭൂമിയുടെ അതിർത്തി വരെ വന്നു നിൽക്കുന്ന പ്രദേശമാണ്. അതിൽ തന്നെ പ്രധാനമായും 2 ഭാഷ സംസാരിക്കുന്നവരുണ്ട്. അരമായ ഭാഷ സംസാരിക്കുന്നവരാണ് കുവൈറ്റിന്റെ റീജിയൻ മുതൽ ഏകദേശം ഒരു 900 കിലോമീറ്റർ സിറിയ വരെ താമസിക്കുന്നത്. സിറിയയുടെ പകുതിക്ക് ശേഷം ഇപ്പുറത്തേക്ക് താമസിക്കുന്ന കനാൻ ദേശക്കാരെന്ന് വിളിക്കുന്ന ഹെബ്രായ ഭാഷ സംസാരിക്കുന്നവർ. അപ്പോൾ അരമായ ഭാഷ സംസാരിക്കുന്ന അബ്രാഹാം ഹെബ്രായ ഭാഷ സംസാരിക്കുന്ന കനാൻ ദേശത്തേക്കാണ് എത്തിപ്പെട്ടിട്ടുള്ളത്. ഈ കനാൻ ദേശത്തിന് ശേഷം പിന്നീട് വരുന്നത് സിനായ് മരുഭൂമിയാണ്. ഈ സിനായ് മരുഭൂമിക്ക് അപ്പുറത്തുള്ളത് ഈജിപ്താണ്. അവിടെ ഇതിനേക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു സംസ്കാരം നടക്കുന്നുണ്ട്. ഇനി മെഡിറ്ററേനിയൻ്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഗ്രീസ് അവിടെയുണ്ട്. അവിടെയും ഒരു സംസ്കാരം ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇതേ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഹാരപ്പൻ സംസ്കാരമൊക്കെ ഇന്ത്യയിലും ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മനുഷ്യ സഞ്ചയങ്ങൾക്കിടയിൽ ഒന്നിച്ച് താമസിക്കുന്ന സംസ്കാരങ്ങൾ BC 5000 ശേഷം ധാരാളമായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്തുള്ള ഒരു സംസ്കാരമാണ് ഈ മെസപ്പൊട്ടോമിയൻ സംസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പരിഗണിക്കേണ്ടത് മെസപ്പൊട്ടോമിയയും ഈജിപ്തും തമ്മിൽ സിനായ് മരുഭൂമി കൊണ്ടാണ് വേർതിരിക്കപ്പെട്ടിട്ടുള്ളത്. ഈ സിനായ് മരുഭൂമിക്ക് മെഡിറ്ററേനിയൻ കടലിൻ്റെ വക്കിലൂടെ സിനായ് മരുഭൂമിയിലൂടെ നടന്ന് ഈ കനാൻ ദേശത്ത് നിന്ന് ഈജിപ്തിലേക്ക് എത്തും. അപ്പം അത്തരം യാത്രകൾ ധാരാളമായിട്ട് നമ്മൾ പിന്നീട് ബൈബിളിൽ കാണും. ഈ ക്ഷാമം വരുന്ന സമയത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് പോകും. ഈ അബ്രാഹാം തന്നെ പോയിട്ടുണ്ട്. അബ്രാഹത്തിൻ്റെ ജെനസിസിന്റെ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട്, കനാൻ ദേശത്ത് ക്ഷാമം വന്ന സമയത്ത് അബ്രാഹാം ഈജിപ്തിലേക്ക് പോയ കാര്യം പറയുന്നുണ്ട്. അത് ആ മെഡിറ്ററേനിയന്റെ വക്കിലൂടെ ആണ് ആ യാത്ര. ഏകദേശം കനാൻ ദേശത്ത് നിന്ന് ഏകദേശം ഒരാഴ്ചത്തെ യാത്ര ആണ്. നടന്നുകൊണ്ടുള്ള യാത്ര, അല്ലെങ്കിൽ ഒട്ടകത്തിന്റെ മുകളിലുള്ള യാത്ര, മൃഗങ്ങളുടെ മുകളിലുള്ള യാത്ര. 1 വീക്ക് കൊണ്ടാണ് ഏകദേശം ഈജിപ്തിലേക്ക് എത്തുക. അപ്പൊ ഈജിപ്തിലുള്ള സംസ്കാരമുണ്ട്. പക്ഷേ ഈ സംസ്കാരങ്ങൾ തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം, ഈ മെസപ്പൊട്ടോമിയൻ റീജിയനിലുള്ള മനുഷ്യരുടെ പ്രധാനപ്പെട്ട തൊഴിൽ കാറ്റൽ റിയറിംഗ് ആണ്. അവരെ ഇടയന്മാരാണ്. നേരെ മറിച്ച് ഈജിപ്തുകാർ കൃഷിക്കാരാണ്. അപ്പം ഈ ഈജിപ്തുകാർ ഈ കാറ്റൽ റിയർ ചെയ്യുന്നവരെ അല്പം പിന്നോക്കക്കാരായിട്ടാണ് പരിഗണിച്ചത്. കാരണം നമുക്കറിയാം, സംസ്കാരത്തിന്റെ ഡെവലപ്മെന്റിൽ ആദ്യം വന്നത് ആടുവളർത്തലാണ്, അതിനുശേഷമാണ് കൃഷി വന്നിട്ടുള്ളത്. അപ്പൊ കൃഷി എന്നുള്ളത് കുറച്ചും കൂടി സാംസ്കാരികമായിട്ട് പുരോഗമിപ്പെട്ട കാര്യമാണ്. ഇപ്പൊ നമ്മൾ ബൈബിളിലെ 1-ാമത്തെ പുസ്തകത്തിലെ കായനും ആബേലും തമ്മിലുള്ള ഒരു പ്രശ്നം, കൈകണികളാണ് ദൈവത്തിന് കൊടുത്തിരുന്നതെന്നും ആബേല് നല്ല മെച്ചപ്പെട്ട ആടുകളെ കൊടുത്തിരുന്നുവെന്നും ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരുന്നു. അപ്പൊ അവിടെ കായന്റെ ബലി കുറച്ചും കൂടി സുപ്പീരിയർ ആണ് എന്നുള്ള ഒരു ഭാവം അതിനകത്തുണ്ട്. അതിന്റെ കാരണം ഇത് എഴുതിയിട്ടുള്ള ആളുകൾ ഹെബ്രായർ എന്ന് നമ്മൾ വിളിക്കുന്ന, ഹീബ്രു ഭാഷ സംസാരിക്കുന്നതാണ് ഹെബ്രായർ എന്ന് വിളിക്കുന്നത്. പിന്നീട് ഇസ്രായേൽക്കാരെ ഹീബ്രു ഭാഷ സംസാരിച്ചു തുടങ്ങിയപ്പോൾ അവർ ഹെബ്രായരായി. ഹെബ്രായരുടെ തൊഴില് ആടുവളർത്തലായതുകൊണ്ട് അത് കുറച്ചും കൂടി മെച്ചപ്പെട്ടതാണെന്ന് അവർ പറയുന്നു. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഈ തൊഴിലിനെ സംബന്ധിച്ച് എൻ്റെ തൊഴിലാണ് കുറച്ചും കൂടി ഭേദമെന്ന ഒരു ജാതി വ്യവസ്ഥ വന്നിട്ടുള്ളത് തൊഴിലിനെ ബന്ധപ്പെടുത്തിയാണ്. അപ്പോൾ ഓരോ തൊഴിൽ ചെയ്യുന്നവരും ഓരോ ജാതിക്കാരും ഞങ്ങളുടെ ജാതിയാണ് മേന്മയുള്ളത് എന്ന് നടിക്കുന്നത് പോലത്തെ ഒരു കാര്യം ഇതിനകത്തുണ്ട്. ആബേലിന്റെ കാഴ്ച കുറച്ചുകൂടി സുപ്പീരിയർ ആണ്, കായൻ്റെത് കുറച്ചുകൂടി ഇൻഫീരിയർ ആണ്. എന്ന് പറഞ്ഞാൽ കൃഷിക്കാർ കുറച്ചുകൂടി ഇൻഫീരിയർ ആണെന്ന് ഹെബ്രായർ ധരിച്ചിരുന്നു. നേരെ മറിച്ച് ഈജിപ്തിലുള്ളവർ അവർ കൃഷിക്കാരാണ്, അവർ ഹെബ്രായരെ കുറച്ചും കൂടി, അല്ലെങ്കിൽ ഈ കനാൻ ദേശത്തും ഈ മെസപ്പൊട്ടോമിയൻ റീജിയനിൽ വസിച്ചു നിന്നവർ കുറച്ചും കൂടി ലോവർ ക്ലാസ് ആണെന്ന് അവർ പറഞ്ഞിരുന്നു. കാരണം മൃഗങ്ങളെ റിയർ ചെയ്യുന്നവർക്ക് എപ്പോഴും ആ മൃഗത്തിന്റെ ഒരു സ്മെല്ലുണ്ടാവും. അപ്പൊ അവരുടെ ആ ഒരു സ്മെല്ലുള്ളത് കൊണ്ട് ഈജിപ്തുകാർ പൊതുവെ ഇവരെ അകറ്റി നിർത്തിയിരുന്നു എന്നൊരു ഒരു ചിന്ത, അല്ലെങ്കിൽ ഒരു രീതി നമുക്ക് പലപ്പോഴും ചരിത്ര രേഖകൾ എന്ന് പറയാൻ കൃത്യമായ രേഖകളൊന്നുമില്ല, അതിനുള്ള സൂചനകളുണ്ട്. അപ്പൊ ഇവിടെ വേറെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അബ്രഹാത്തിന്റെ മകനെ, അത് ഏക മകൻ എന്നുള്ളത് വളരെ സ്പെസിഫിക് ആണ്. അപ്പം ഇവിടെ
ആൺമക്കൾക്ക് മാത്രമേ പ്രാധാന്യമുള്ളൂ. പെൺമക്കളുടെ പേരുകൾ പോലും ബൈബിളിൽ ചേർത്തിട്ടില്ല. അബ്രഹാത്തിന് 6 2 8 മക്കളുള്ളതായിട്ട് ബൈബിൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ ആണുങ്ങളാണ്. തീർച്ചയായിട്ടും അതിനിടയിലൂടെ പെൺമക്കളും ജനിച്ചിട്ടുണ്ടാവും. 50-50 റേഷ്യോ വിചാരിക്കുകയാണെങ്കിൽ തന്നെ 8 പെൺമക്കളെങ്കിലും ജനിച്ചിട്ടുണ്ടാവും, ഒരാളെ പോലും. അപ്പം അന്ന് സ്ത്രീകളെ പരിഗണിക്കുന്നേ ഇല്ല എന്നുള്ളൊരു കാര്യം. സ്ത്രീകൾ എന്നുള്ളത് കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാനുള്ള, വീട് നോക്കാനുള്ള ഒരു ആളായിട്ട് മാത്രം പരിഗണിക്കപ്പെടുന്നു. അതിനപ്പുറത്തേക്ക് ഒരു റിലവൻസും സ്ത്രീക്കില്ല. അപ്പം സ്ത്രീയെ ഇണയായി സ്വീകരിക്കുന്നതിനെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ്. ഒന്നിലധികം ധാരാളം സ്ത്രീകളെ പുരുഷന്മാർ സ്വീകരിക്കുന്നു. ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു, യുദ്ധവും വേട്ടയാടലിനിടയിലൂടെ ഒക്കെ ആളുകൾ മരിച്ചു പോകുന്നതുകൊണ്ട് പുരുഷന്മാരുടെ എണ്ണം കുറവായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് പുരുഷന്മാരാണ്. അപ്പം അത് കായിക ബലത്തിനാണ് പ്രാധാന്യമുള്ളത്. സ്വാഭാവികമായിട്ടും പുരുഷൻ ലീഡ് ചെയ്യുന്ന സൊസൈറ്റിയാണ്, സ്ത്രീകൾക്ക് ഇമ്പോർട്ടൻസ് ഇല്ല. അപ്പം സ്ത്രീകളുടെ പേര് ഒന്നും ഈ ഗോത്രങ്ങളിൽ മെൻഷൻ ചെയ്യപ്പെടുന്ന പോലും ഇല്ല, പുരുഷന്മാരുടെ പേരാണ്. മാത്രമല്ല, അബ്രാഹത്തിന്റെ കൾച്ചർ അനുസരിച്ച് ആൺമക്കൾക്ക് മാത്രം, അതിൽ മൂത്തവന് മാത്രമാണ് പ്രാധാന്യം. വേറെ താഴോട്ടുള്ള ആർക്കും ഒരു വിലയില്ല. അപ്പൊ ഇവിടെ അബ്രാഹത്തിന് ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള വൈഫിൽ ജനിച്ച ഇസഹാക്ക് എന്ന ഒരു മകന് മാത്രമേ അതിനകത്ത് പാരമ്പര്യത്തിന് അവകാശമുള്ളൂ, ബാക്കി ആർക്കും ഇല്ല. അതുകൊണ്ട് അബ്രാഹത്തിന്റെ പിന്തുടർച്ച എന്ന് പറയുന്നത് പൂർണ്ണമായും ഇസഹാക്കിനുള്ളതാണ്. ഇനി ഇസഹാക്കിനെ ബലി കൊടുക്കാൻ കൊണ്ടുപോയപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ അബ്രാഹത്തിന്റെ അവരുടെ ആ ഗ്രൂപ്പിൽ, അവരുടെ ആ ഒരു വർഗത്തിൽ ഈ പറയുന്ന നരഹത്യ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നരബലി എന്ന് പറയുന്നത് ഒരു ട്രഡീഷൻ ആയിരുന്നു എന്നാണ് വിചാരിക്കുക. അപ്പൊ നരബലി നിലവിലുണ്ടായിരുന്നു. അപ്പൊ ഇദ്ദേഹം മോറിയ മലയിൽ ഈ മകനെ ബലി കൊടുക്കാൻ പോയ സമയത്ത് ദൈവം ഇടപെട്ട് ഇദ്ദേഹത്തിനോട് നിന്നും ഈ നരബലിയിൽ നിന്ന് ഒഴിവാക്കി അത് മൃഗബലിയിലേക്ക് മാറ്റുകയാണ്. അപ്പൊ അതൊരു കൾച്ചറൽ ചേഞ്ച് ആണ് കാണുന്നത്. നരബലി കൊടുക്കുന്ന ഒരു സംസ്കാരത്തിന്റെ അന്ത്യമാണത്. അവിടെ വെച്ച് ഈ ഒരു ഗോത്രത്തിന്, അബ്രാഹത്തിന്റെ ഗോത്രത്തിന്, അദ്ദേഹം താമസിച്ചിരുന്നത് ഇറാഖിന്റെ താഴത്തെ വശത്താണ്. അപ്പൊ അവിടെ നരബലി ട്രഡീഷണലാണ്. അത് ഇദ്ദേഹം കനാൻ ദേശത്ത് പ്രയോഗിക്കാൻ ശ്രമിച്ചു, അത് അവിടെ സ്റ്റോപ്പ് ചെയ്യപ്പെട്ടു. അപ്പം ഞാൻ അതിന്റെ തിയോളജിക്കൽ ഭാഗത്തേക്കല്ല കിടക്കുന്നത്. തിയോളജിക്ക് വലിയ തിയോളജി ഉണ്ട്, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഞാൻ ഇതിനെ സെക്യുലർ ആയിട്ട് കാണുകയാണ്. അപ്പം നമ്മൾ ആ നരബലി എന്നുള്ള കാര്യം അവിടെ സ്റ്റോപ്പ് ചെയ്യപ്പെടുകയാണ്. കൂടാതെ കനാൻ ദേശത്ത് അന്ന് കാര്യമായ രീതിയിൽ ഒരുപക്ഷെ നരബലി ഉണ്ടായിരുന്നില്ല എന്ന് വേണം വിചാരിക്കാൻ. പക്ഷെ പിന്നീട് നമ്മൾ ബൈബിളിൽ പലർക്കും പോകുമ്പോൾ കനാൻ ദേശത്ത് നരബലി കൊടുക്കുന്നതായി കാണുന്നുണ്ട്. എന്തായാലും അബ്രാഹാം ആ ഒരു പരിപാടിയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ദൈവം അദ്ദേഹത്തെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തി എന്ന് വേണമെങ്കിൽ നമ്മൾ വിശ്വാസികൾ എന്ന നിലയ്ക്ക് നമുക്ക് വിചാരിക്കാവുന്നതാണ്. ഇനി മൊറാലിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ ഇന്നത്തെ മൊറാലിറ്റി അതിനെ കമ്പയർ ചെയ്യാനേ പാടില്ല. ധാരാളം സ്ത്രീകളെ ഭാര്യമാരായി സ്വീകരിക്കുന്ന രീതിയുണ്ട്. അതുപോലെ ഒരു സ്ത്രീയെ ഭാര്യ സ്ഥാനത്ത് നിന്ന് വേറൊരു പുരുഷൻ പിടിച്ചുകൊണ്ട് പോവുകയോ അയാളുടെ കൂടെ പാർപ്പിക്കുകയോ വലിയ ഗൗരവമുള്ള തെറ്റായി പരിഗണിച്ചിരുന്നില്ല. ഉദാഹരണമായിട്ട് അബ്രാഹാം തന്നെ ഈജിപ്തിൽ പോകുമ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ അബ്രാഹത്തിന്റെ ഈ റേസിലുള്ള സ്ത്രീകളൊക്കെ അതിസുന്ദരിമാരായിരുന്നിരിക്കണം. കാരണം ഇവര് ഈജിപ്തിൽ പോകുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെ സൗന്ദര്യം കണ്ട് ഇദ്ദേഹത്തെ കൊന്നിട്ട് ആ സ്ത്രീയെ പിടിച്ചോണ്ട് പോയേക്കുമെന്ന് ഭയന്ന്, ഇത് സഹോദരിയാണ് അദ്ദേഹം പറയുകയുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഫറവോൻ ഇദ്ദേഹത്തിന്റെ ഭാര്യ സാറായെ കുറച്ച് ദിവസം ഭാര്യയെ സ്വീകരിച്ച് കൂടെ താമസിപ്പിച്ചിട്ടുണ്ട്. പിന്നീട് ഇത് അബ്രാഹത്തിന്റെ ഭാര്യയാണെന്ന് കണ്ട് തിരിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ അക്കാലത്ത് അനുവദിക്കപ്പെട്ടുള്ള മൊറാലിറ്റി ആയിട്ട് വേണം കരുതാൻ. അത്രയും മൊറാലിറ്റിക്കൊക്കെ അന്ന് വില കൊടുത്തിട്ടുള്ളൂ. സ്ത്രീയെ സംബന്ധിച്ച് പ്രസവിക്കുക എന്നുള്ളതാണ് ജോലി. അതിന് അപ്പുറത്തേക്കുള്ള പ്രണയം, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും, അല്ലെങ്കിൽ മൈൻഡ് ഷെയർ ചെയ്യപ്പെട്ടു പോയി, ഇത്തരം വിഷയങ്ങളൊന്നും അന്ന് കാര്യമായി വന്നിരുന്നില്ല എന്ന് വേണം വിചാരിക്കാൻ. ഇത് ഇസഹാക്കിന്റെ കാലത്തും ഇതേ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. ഇസഹാക്ക് ഫിലിസ്തീനയുടെ ദേശത്ത് പോയി താമസിക്കുമ്പോൾ ഈ പറയുന്ന പ്രോബ്ലം, അദ്ദേഹത്തിന്റെ സുന്ദരിയായിട്ടുള്ള ഭാര്യനെ മറ്റുള്ളവർ കണ്ടുവച്ചേക്കെന്ന് വിചാരിച്ച് അതിന്റെ പേരിൽ ഇദ്ദേഹം വധിക്കപ്പെട്ടേക്കുമെന്ന് വിചാരിച്ച് അദ്ദേഹം ഇത് സഹോദരിയാണെന്ന് പറഞ്ഞു നടന്നിരുന്നു. അപ്പൊ അവരുടെ ദേശത്ത് മറ്റൊരാളുടെ ഭാര്യയെ, അല്ലെങ്കിൽ കനാൻ ദേശത്ത് മറ്റൊരാളുടെ ഭാര്യയെ സ്വീകരിക്കുന്ന വലിയ തെറ്റാണ് എന്ന് അബിമലേക്ക് എന്നൊരാൾ പറയുന്നത് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് അവരുടെ വലിയ ശാപം കിട്ടുന്ന പണിയാണ് മറ്റൊരു ഭാര്യയെ സ്വീകരിക്കുക എന്നുള്ളത്. പക്ഷെ അത്രത്തോളം ഒരു ലെവലിലേക്ക് ഈ പറയുന്ന ഇറാഖിന്റെ ഭാഗത്ത് നിന്ന് വന്നവർ സാംസ്കാരികമായി ഉയർന്നിരുന്നില്ല എന്ന് വേണം വിചാരിക്കാൻ. കുറച്ചും കൂടെ സാംസ്കാരികമായി മെച്ചപ്പെട്ട മേഖലയായിരുന്നു കാനാൻ ദേശം എന്ന് വേണം ചിന്തിക്കാൻ. ഇനി കാനാൻ ദേശം അബ്രാഹാമിന് ദൈവം നൽകി എന്നുള്ളത് ബൈബിളിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാനാൻ ദേശം അബ്രാഹാമിന് ദൈവം കൊടുത്തതാണ്. അത് ഇസ്രായേൽക്കാരുടെ മനസ്സിലുള്ള വിശ്വാസമാണ്. അപ്പം ഇസ്രായേൽ ഇന്നിപ്പോൾ നമ്മൾ വിളിക്കുന്ന രാജ്യവും അതിന് പുറത്തേക്കുള്ള കുറെ പ്രദേശങ്ങളും അവർക്ക് ദൈവം നൽകിയതാണെന്നുള്ളത് അവരുടെ വിശ്വാസമാണ്. കൂടാതെ ഇവർ എപ്പോഴും അനുഗ്രഹിക്കുന്ന അബ്രാഹാമിന്റെ നാമത്തിലാണ്. ദൈവത്തിന്റെ നാമം തൊട്ട് പറയും, അബ്രാഹാമിന്റെ കൂടെ നാമം പറയും. എന്ന് പറഞ്ഞാൽ അബ്രാഹാമിന് ദൈവം നൽകിയതൊക്കെ അവരുടേതാണ് എന്നൊരു സൂചന അതിനകത്ത് കിടക്കുന്നുണ്ട്. കൂടാതെ ഈവൻ പിതാവിൽ നിന്ന് പോലും ഗർഭം ധരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്. മൊവാബ്യർ, അമ്മോന്യർ എന്നൊക്കെ പറയുന്നവർ ലോത്തിന്റെ
പെൺമക്കളിൽ ലോത്തിന് തന്നെ ജനിച്ച സമൂഹങ്ങളാണെന്നുള്ളത് ബൈബിളിൽ രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നുണ്ട്. അതൊക്കെ അക്കാലത്തെ മൊറാലിറ്റിയെ കുറിച്ച് നമുക്കൊരു സൂചന നൽകുന്നതാണ്. അതിനൊരു പാപമായിട്ടോ തിന്മയായിട്ടോ വൃത്തികേടായിട്ടോ ഒന്നും കരുതണ്ട. മനുഷ്യൻ സിവിലൈസ്ഡ് ആയിട്ടുള്ള ലെവലിലേക്ക് വളർന്നു വരുന്നതിന് മുൻപുള്ള മൃഗതുല്യമായ ജീവിതത്തിന്റെ ഭാഗം എന്ന് കരുതിയാൽ മതി. അതിൽ നമ്മൾ പതുക്കെ പതുക്കെ ഉയർന്നു വരികയാണ്. ഇനി ബർഷേബ എന്ന് പറയുന്നൊരു നാട്ടിൽ അബ്രഹാം പോയി താമസിച്ചായിട്ട് കാണുന്നുണ്ട്. ഈ ബർഷേബ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഹെബ്രോൺ ആണ് അദ്ദേഹത്തെ അടക്കിയ സ്ഥലം. അദ്ദേഹം കൂടുതൽ കാലവും ജീവിച്ച അവിടെയാണ്. ഇവർ ആട്ടിടയന്മാരാണ്. പുല്ലുള്ള പ്രദേശങ്ങൾ നോക്കി ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു റീജിയനിൽ പുല്ല് കുറവാണെങ്കിൽ അവർ അവിടുന്ന് കൂടുതൽ പുല്ല് കിട്ടുന്ന ഭാഗത്തേക്ക് പോകും. അപ്പം ഹെബ്രോൺ ആണ് ഇദ്ദേഹത്തെ അടക്കിയിട്ടുള്ള സ്ഥലവും ഇദ്ദേഹം കൂടുതൽ ജീവിച്ചിട്ടുള്ള സ്ഥലവും. അത് ജെറുസലേമിൽ നിന്ന് ഏകദേശം ഒരു 38 കിലോമീറ്റർ തെക്കോട്ട് മാറിയാണെന്ന്. അവിടുന്ന് വീണ്ടും തെക്കോട്ടാണ് ഈ ബർഷേബ എന്ന് പറയുന്ന സ്ഥലം. ഈ ബർഷേബ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഗോത്ര സമൂഹം അവർ ഫിലിസ്തീനാണ്. നേരെ മറിച്ച് ഈ ഹെബ്രോൺ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഗോത്ര സമൂഹം ഹിത്യരാണ്. ഹിത്യർ എന്ന് പറയുന്ന ഗോത്ര സമൂഹമാണ് അവിടെ ഉള്ളത്. പല പല ഗോത്ര സമൂഹങ്ങൾ ചെറിയ ചെറിയ പ്രദേശങ്ങളിൽ താമസിക്കുന്നു. കൂടാതെ അബ്രഹാമിനോട് ദൈവം പറഞ്ഞതായി പറയുന്നു സർക്കംസിഷൻ ചെയ്യണം, അഗ്രചർമ്മം ഛേദിക്കണം. അപ്പൊ ഈ പറയുന്ന ഇറാഖിന്റെ ഭാഗത്തുണ്ടായിരുന്ന ആളുകൾ അഗ്രചർമ്മം ഛേദിച്ചിരുന്നില്ല എന്ന് വേണം വിചാരിക്കാം. ഈ അഗ്രചർമ്മം ഛേദിക്കുക എന്നുള്ളത് കനാനിന്റെ പ്രദേശത്ത് അന്നേ നാട്ടു നടപ്പുള്ള സംഗതിയാണ്. ഈജിപ്തിലൊക്കെ അഗ്രചർമ്മം ഛേദിക്കുക എന്നുള്ളത് BC 7000 മുൻപ് തന്നെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ആർക്കിയോളജിക്കൽ എവിഡൻസസ് ഉണ്ട്. അതിനെ സംബന്ധിച്ചുള്ള ഗുഹാചിത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ പ്രദേശത്ത് മുഴുവനുള്ള ഒരു സംഗതിയാണ്. ഇതെങ്ങനെയാണ് ഈ സംഗതി സ്റ്റാർട്ട് ചെയ്ത് എന്തിന്റെ പേരിലാണെന്ന് പറയുന്നില്ല. അപ്പൊ ഇവിടെ പറയുന്നത് ദൈവത്തിൻ്റെതാണെന്ന് ഉറപ്പിക്കാനായി അഗ്രചർമ്മം ഛേദിക്കണമെന്നാണ്. ഇതിനാണ് സാധാരണ നമ്മൾ കാണുന്നത് ഫാലസ് കൾട്ട് എന്ന് പറയുന്ന സംഗതിയുണ്ട്. ലിംഗാരാധന ഇന്ത്യയിലൊക്കെ ഉണ്ട്. ശിവലിംഗത്തെ ആരാധിക്കുന്ന രീതിയൊക്കെ ഉണ്ട്. അതായത് ആദിമ മനുഷ്യൻ വിചാരിച്ചിരുന്നത് ജീവൻ എന്ന് പറയുന്നത് ബീജത്തിലാണുള്ളത്, പുരുഷ ബീജത്തിലാണുള്ളത് ജീവൻ. അപ്പൊ പുരുഷ ബീജം എവിടുന്ന് വരുന്നു? പുരുഷലിംഗത്തിൽ നിന്ന് വരുന്നു. അതുകൊണ്ട് പുരുഷലിംഗത്തെ ആരാധിക്കണം. ദൈവത്തെ ആരാധിക്കുന്ന പോലെ ലിംഗത്തെ ആരാധിക്കണം. കാരണം ജീവൻ അവിടെ നിന്നാണ് വരുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടായിരിക്കണം സർക്കംസിഷൻ വന്നിരുന്നത്. അപ്പൊ ജീവന്റെ ഉറവിടത്തിൽ നിന്ന് ചോര വരുത്തി അത് ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് ദൈവവുമായിട്ടുള്ള ബന്ധം ഉറപ്പിക്കുന്നു എന്ന ഒരു മനുഷ്യന്റെ ചിന്തയായിരിക്കണം ഈ സർക്കംസിഷന്റെ പിന്നിലുള്ളത് എന്ന് വേണം വിചാരിക്കാൻ. ഇനി ഒരു സോദോം ഗോമോറയെ കുറിച്ച് ഉണ്ട്, കഥയൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് കഥയിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഈ പ്രദേശം ഇപ്പോൾ ചാവുകടലിന്റെ അടിയിലാണ്. അപ്പോൾ ഒരു ഭൂമിക നൃത്തത്തിന്റെ ഭാഗമായിട്ട് സോദോം ഗോമോറ ചാവുകടലിന്റെ അടിയിൽ പെട്ടുപോയി എന്ന് വേണം വിചാരിക്കാൻ. ഇനി ഇസഹാക്ക് നമ്മൾ ഇന്നലെ ജസ്റ്റ് പറഞ്ഞു വെച്ചതാണ്. ഇസഹാക്ക് പാദാനാരാം എന്ന് പറഞ്ഞാൽ തുർക്കിയുടെ ഈസ്റ്റേൺ സൗത്ത്, അതായത് തുർക്കിയുടെ കിഴക്ക് ഭാഗത്ത് താഴോട്ട് സൗത്തേൺ പാർട്ടിലേക്ക് സിറിയയുടെ അടുത്തേക്കുള്ള ഒരു പ്രദേശമാണ് പാദാനാരാം. ആ സ്ഥലത്തിന് ഹാരാൻ എന്നും പേരുണ്ട്. അവിടെ നിന്നാണ് ഈ ഇസഹാക്കിന്റെ ഭാര്യ റബേക്ക, അത് ഇസഹാക്കിന്റെ അമ്മയുടെ ആംഗ്ലയുടെ മകളാണ്. റബേക്കയെ സ്വീകരിക്കുന്നത് നമുക്കറിയാം. ഇസഹാക്കിനെ സംബന്ധിച്ച് അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽസ് ബൈബിളിൽ കൊടുത്തിട്ടില്ല. അദ്ദേഹം ഭാര്യയെ സ്വീകരിച്ചു വരുന്നു. പിന്നീട് എബ്രാഹാമിന്റെ ആ കൂടെ തന്നെ താമസിക്കുന്നു. കുറച്ച് ഇദ്ദേഹം ഫിലിസ്തീനയുടെ നാട് ബർഷേബ എന്ന് പറഞ്ഞ പ്രദേശത്തേക്ക് പോയതായിട്ടുള്ള ചില രേഖകളൊക്കെ കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ കാണേണ്ട കാര്യം ഈ ഒരു എബ്രാഹാമിന്റെ ഈ ഒരു സമൂഹം ഇങ്ങനെ പതുക്കെ പല പല റീജിയനിലേക്ക് മാറാണ്. അപ്പൊ ബർഷേബ വന്നു, ഹെബ്രോൺ വന്നു. ഇനി യാക്കോബിന്റെ കഥ വരുമ്പോൾ ശ്രദ്ധിച്ചോളൂ. അപ്പൊ യാക്കോബും ഏസാവും ട്വിൻസ് ആണ്. അതിൽ ആദ്യം ജനിച്ച ഏസാവാണ്. സോ അയാളാണ് മൂത്തത്. അപ്പം അയാൾക്ക് മൂപ്പവകാശമുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞു മൂത്തവരാണ് എല്ലാ അവകാശങ്ങളും. പക്ഷെ അത് യാക്കോബിന്റെ അമ്മയും യാക്കോബും റബേക്കയ്ക്ക് ഇഷ്ടം ഇളയ മകനായ യാക്കോബിനുണ്ടായിരുന്നു. അച്ഛനായിട്ടുള്ള ഇസഹാക്കിന് ഇഷ്ടം മൂത്ത മകനായ ഏസാവിനുണ്ടായിരുന്നു. മൂത്ത മകനായ ഏസാവിനെ ചില സൂത്രങ്ങൾ കൊണ്ട് പറ്റിച്ച് അമ്മ റബേക്കയും യാക്കോബും കൂടി അപ്പന്റെ അനുഗ്രഹം വാങ്ങിയെടുത്തു. അപ്പന്റെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അത് അൾട്ടിമേറ്റ് ആണ്. അത് ഒരിക്കലേ കൊടുക്കാൻ പറ്റും. മരണസമയത്ത് അപ്പന് അനുഗ്രഹം കൊടുത്താൽ ആ അൾട്ടിമേറ്റ് ആണ്. വിൽപത്രത്തിൽ എഴുതി കൊടുക്കുന്നവരാണ്. അത്രത്തോളം ഡോക്യുമെന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഒരു സൂത്രം പ്രയോഗിച്ച് ഇവര് ആ അനുഗ്രഹം വാങ്ങിയെടുത്തു. അപ്പൊ ഏസാവ് അതിൽ കോപിഷ്ഠനാമെന്നൊക്കെ ഉണ്ട്. അപ്പൊ അമ്മ പറയുന്നു, മകനോട് പറയുന്നു, നീ ഈ പറയുന്ന എൻ്റെ നാട്ടിലേക്ക്, അത് വീണ്ടും ഈ തുർക്കിയുടെ ഈ പ്രദേശത്തേക്ക് പോയിട്ട് അവിടെ പോയി താമസിച്ചോളൂ, ചേട്ടന്റെ ദേഷ്യമൊക്കെ അടങ്ങിയിട്ട് വന്നാൽ മതി. അങ്ങനെ യാക്കോബ് ഈ പാദാനാരാം എന്ന് പറയുന്ന സ്ഥലം, അല്ലെങ്കിൽ ഹാരാൻ എന്ന് പറയുന്ന സ്ഥലം, തുർക്കിയുടെ സിറിയയുടെ തൊട്ട് മുകളിലുള്ള തുർക്കിയുടെ ഭാഗത്ത് ആ പ്രദേശത്ത് പോയിട്ട് ഈ അമ്മാവൻ, അദ്ദേഹത്തിന്റെ പേര് ലാബാൻ എന്നാണ്, ലാബാന്റെ കൂടെ പോയിട്ട് താമസിക്കുന്നു. അങ്ങനെ ലാബാന്റെ 2 പെൺമക്കളെ അദ്ദേഹം വിവാഹം കഴിക്കുന്നുണ്ട്. കുറച്ചു കാലം അദ്ദേഹം അവിടെ താമസിച്ചു. അവിടുന്ന് ധനികനായി. ധനം എന്ന് പറഞ്ഞാൽ ആടുകളുടെ എണ്ണമാണ് ധനം എന്ന് പറയുന്നത്. ഇങ്ങനെ ധനികനായി ഭാര്യയും മക്കളെയും ഒക്കെ, ധാരാളം മക്കളും ഒക്കെ ഉണ്ടാവുന്നില്ല, മക്കളെയും കൂട്ടിക്കൊണ്ട് യാക്കോബ് അവിടെ തിരിച്ചു വരും. അപ്പൊ ഈ അബ്രഹാം പോകുന്ന വഴിക്ക് തന്നെ അദ്ദേഹത്തിന് ദൈവദർശനം ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ആദ്യത്തെ ദൈവദർശനം ഉണ്ടാകുന്നത് ബethel എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ്. അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്നത് ബർഷേബ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ്. ബർഷേബ ഞാൻ പറഞ്ഞു ഫിലിസ്തീൻ എന്നാണ്. അപ്പം ഇദ്ദേഹം ആടുകളെയുമായിട്ട് ഇസഹാക്കിന്റെ
മക്കളായിട്ടുള്ള രണ്ടുപേരാണ്. അപ്പൊ ഇസാഖിന്റെ മക്കൾ മൂത്തവൻ ഇദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. യാക്കോബ് ആടുകളെയുമായിട്ട് കുറച്ചുകൂടി തെക്കോട്ട് ബർഷേബായിലേക്ക് പോയി എന്ന് വേണം നമ്മൾ വിചാരിക്കാൻ. അപ്പം അവിടുന്ന് ഈ ബർഷേബായിൽ നിന്ന് ഇയാൾ പിന്നെ അമ്മാവന്റെ വീട്ടിലേക്ക് പുറപ്പെടുന്നതായിട്ടാണ് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ജെറുസലേമിൽ നിന്ന് ഏകദേശം ഒരു 80-90 കിലോമീറ്റർ അകലെ നിന്നാണ് ഇയാൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇയാൾ ആ ജെറുസലേമിന്റെ ഭാഗത്തു കൂടി തന്നെയാണ് ഇയാൾ കടന്നു പോകുന്നത്. അതായത് ജോർദാൻ നദിയുടെ പടിഞ്ഞാറ് വശത്തു കൂടിയാണ് ഇദ്ദേഹം യാത്ര ചെയ്യുന്നത്. ഈ സിറിയയിലേക്ക് ഇദ്ദേഹം യാത്ര ചെയ്യുന്നത് ജോർദാന്റെ പടിഞ്ഞാറ് കൂടിയാണ്. ജോർദാന്റെ പടിഞ്ഞാറ് വശത്തൂടെ പോകുമ്പോൾ ഇദ്ദേഹത്തിന് ബത്തേലിൽ വെച്ചാണ് ആദ്യത്തെ ദൈവദർശനം ഉണ്ടാകുന്നത്. ഈ ബത്തേൽ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ വെസ്റ്റ് ബാങ്കിലാണ്. അത് കഴിഞ്ഞ് ഇദ്ദേഹം അമ്മാവന്റെ മക്കളുടെ കൂടെ താമസിക്കുന്നു. ലയയെയും റാഹേലിനെയും വിവാഹം കഴിക്കുന്നു. അവിടുന്ന് ഇദ്ദേഹം തിരിച്ചു വരും. പക്ഷെ ഇദ്ദേഹം തിരിച്ചു വരും വേറൊരു വഴിക്കാണ് തിരിച്ചു വരുന്നത്. ഇത് ജോർദാന്റെ കിഴക്ക് വശത്തു കൂടിയാണ് അദ്ദേഹത്തിന് റിട്ടേൺ. അപ്പൊ ഒരുപക്ഷെ ധാരാളം ആളുകളും ഒക്കെ ആയിട്ട് യാത്ര ചെയ്യാൻ മെച്ചപ്പെട്ട കുറച്ചുകൂടെ ബ്രോഡായിട്ടുള്ള വഴി അതിലെ ആയിരുന്നിരിക്കണം. അപ്പൊ അദ്ദേഹം വരുന്ന വഴിക്ക് ഇദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനായിട്ടുള്ള ഏസാവിനെ സന്ദർശിക്കുന്ന കാര്യങ്ങളൊക്കെ ബൈബിളിൽ പറയുന്നുണ്ട്. ഇപ്പം ഏസാവ് താമസിക്കുന്നത് ഈ അഖബ എന്ന് പറയുന്ന ഒരു പിന്നെ റെഡ് സീയുടെ ഒരു കൈവഴി, ഒരു ഉൾക്കടൽ ഇസ്രായേലിന്റെ ചോട്ടിൽ വന്ന് നിൽക്കും, തെക്കേ അറ്റത്ത് വന്ന് നിൽക്കും. അത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, തെക്കേ അറ്റത്ത് വന്ന് നിൽക്കും. പിന്നെ ഡെഡ് സീ എന്ന് പറയുന്നത് ഏകദേശം ഇസ്രായേലിന്റെ മധ്യഭാഗത്ത് വരുന്ന ഒരു സാധനമാണ് ഡെഡ് സീ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഡെഡ് സീക്കും അക്കബയ്ക്കും ഇടയിൽ ജോർദാനിലേക്കുള്ള പ്രദേശത്ത് ജോർദാനിലേക്ക് കടന്നു കിടക്കുന്ന ഏദോം എന്ന് പറയുന്ന പ്രദേശത്താണ് ഇപ്പോൾ ഏസാവ് താമസിക്കുന്നത്. അപ്പൊ ഇദ്ദേഹം ഈ യാക്കോബ് കടന്നു വരുന്നത് ജെറുസലേമിൽ നിന്ന് കുറെ അധികം കിഴക്കോട്ട് മാറി ജോർദാനിലുള്ള ഒരു വഴിയിലൂടെയാണ് നടന്നു വരുന്നത്. അപ്പൊ ആ ജോർദാനിലുള്ള വഴിയിലൂടെ നടന്നു വരുമ്പോൾ ഈ പറയുന്ന ഏസാവിന്റെ നാട്ടിലെത്തും. അപ്പം ഇവര് ആ ജോർദാനിലേക്ക് കടന്നിരിക്കുന്നു. ഇപ്പൊ ഈ ഗോത്രം ജോർദാനിലേക്ക് കടന്ന് കുറെ പ്രദേശങ്ങൾ കൂടി അവരുടെ ആളുകളെ മേയ്ക്കുന്ന പ്രദേശമാക്കി മാറ്റിയിട്ടുണ്ട്. അവിടെ വേറെ ആളുകളില്ലായിരുന്നു, അതുകൊണ്ട് അർത്ഥമില്ല. ആരെ തല്ലി ഓടിച്ചിട്ടൊന്നും നടന്ന് യുദ്ധവും കാര്യങ്ങളൊന്നും അവർ ചെയ്തിട്ടില്ല. ഇവർ നല്ല യോദ്ധാക്കളാണ് എന്നുള്ള സൂചന ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കും. കാരണം ലോത്ത് ആക്രമിക്കപ്പെടുന്ന സമയത്ത് അബ്രാഹാം യോദ്ധാക്കളെ കൂട്ടിക്കൊണ്ടുപോയി അവരെ തല്ലി ഓടിക്കുന്നതും ആ പ്രദേശത്തുകാരുടെ ഇവരുടെ ശൗര്യം കണ്ട് ഇവരെ അനുമോദിക്കുന്നതും ഒക്കെ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏകദൈവ വിശ്വാസം എന്നുള്ളത് അബ്രാഹത്തിനും അദ്ദേഹത്തിന്റെ സന്തതികൾക്ക് മാത്രമുള്ള സംഗതിയാണ്. ഈ ലാബാൻ എന്ന് പറയുന്ന ഇസഹാക്കിന്റെ അല്ലെങ്കിൽ അബ്രഹാമിന്റെ ചാർച്ചക്കാരൻ, ഭാര്യ വഴിക്കുള്ള ചാർച്ചക്കാരൻ, ഇവർക്കൊക്കെ ധാരാളം ദൈവങ്ങളുണ്ട്. അപ്പൊ ആ ദൈവങ്ങളുടെ പ്രതിമകളൊക്കെ എടുത്തുകൊണ്ടാണ് ലാബാന്റെ പെൺമക്കൾ പോരുന്ന സമയത്ത് ഇങ്ങോട്ട് പോരുന്നത്, ധാരാളം പ്രതിമകളൊക്കെ ആയിട്ട്. ഈ ബഹുദൈവ വിശ്വാസം എന്ന് പറയുന്നത് ബാക്കി എല്ലാവർക്കും ഉണ്ട്. ഏകദൈവ വിശ്വാസം എന്നുള്ളത് അബ്രഹാമിന് മാത്രമുള്ളതാണ്, അവന്റെ സന്തതികൾക്കും മാത്രമുള്ളതാണ്. അത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സംഗതിയാണ്. അത് ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു സംഗതിയാണ്. ഇനി യാക്കോബ് ഇങ്ങനെ കടന്നു വരുന്ന സമയത്ത് യോബാക്ക് കടവ് കിടക്കുന്ന ഒരു കഥ പറയുന്നുണ്ട്. യോബാക്ക് കടവ് എന്ന് പറയുന്നതൊക്കെ ജോർദാനിലുള്ള ഒരു കുഞ്ഞു നദിയാണ്. അത് ജോർദാൻ നദിയുടെ ഒരു കൈവഴിയാണ്. ഈ കൈവഴി ക്രോസ് ചെയ്യുന്നു പറയുന്നുണ്ട്. അവിടെ വെച്ച് ഇദ്ദേഹം ദൈവത്തെ കണ്ടുമുട്ടുന്നതും ദൈവവുമായിട്ട് അല്ലെങ്കിൽ ദൈവദൂതനുമായിട്ട് കലഹം ചെയ്യുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു സ്വപ്ന ദർശനത്തെ കുറിച്ചൊക്കെ വിശദീകരിക്കുന്നുണ്ട്. അവിടെ വെച്ച് അതിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ, ആ ഫൈറ്റിന് ശേഷം ദൈവദൂതൻ ഇദ്ദേഹത്തിന് ഒരു പേരിടുന്നുണ്ട്. ആ പേരാണ് ഇസ്രായേൽ എന്നുള്ള പേര്. ഇസ്ര എന്ന് പറഞ്ഞാൽ വാക്കിന്റെ അർത്ഥം കലഹം എന്നാണ്. ഏൽ എന്നുള്ളത് ദൈവത്തിന്റെ പേരാണ്. ഏൽ എലോഹീം എന്നൊക്കെയാണ് ആദ്യം ദൈവത്തെ വിളിച്ചിരുന്ന പേര്, ഏൽ എലോഹീം. ഇതൊക്കെ ആ ഒരു BC 6000-7000 ഒക്കെ കാലഘട്ടത്തിൽ പിന്നെ മെഡിറ്ററേനിയൻ റീജിയനിൽ ദൈവത്തിന് പേരായിട്ട് കൊടുത്ത് ഏൽ എലോഹീം എന്നൊക്കെ പറയുന്ന സംഗതികളാണ്. അതാണ് ഇസ്രായേൽ, ദൈവത്തോട് കലഹിച്ചവൻ എന്നുള്ള ഒരു പേരാണ് വരുന്നത്. ഇനി ഇവര് പിന്നെ ഈ ദൈവത്തോട് കലഹിച്ചു. അങ്ങനെ പിന്നെ ഏസാവിനെ കണ്ടു. അവർ വീണ്ടും സഞ്ചരിച്ച് ഷെക്കെം എന്ന് പറയുന്ന സ്ഥലത്തെത്തിയാണ്. ഷെക്കെം എന്ന് പറയുന്നത് വെസ്റ്റ് ബാങ്കിലുള്ള ഒരു സ്ഥലമാണ്. ഇപ്പോൾ ഇന്നത്തെ ഇസ്രായേലിന്റെ വെസ്റ്റ് ബാങ്കിലുള്ള സ്ഥലമാണ് ഷെക്കെം. ഈ ഷെക്കെം എന്ന് പറയുന്ന സ്ഥലം ഒരു ഹിത്യരുടെ സ്ഥലമാണ്. അവിടെ ഹിത്യരാണ് അവിടെയുള്ള ആളുകൾ. അപ്പൊ അവിടെ ഇവർ താമസിക്കുന്നു. അവിടുത്തെ രാജകുമാരന്റെ പേരും പ്രിൻസ് രാജകുമാരന്റെ പേരും ഷെക്കെം എന്ന് തന്നെയാണ്. ഈ ഷെക്കെം ഇവരുടെ ഇദ്ദേഹത്തിന് ഒരു പെൺമകളുണ്ട്. മകളുടെ പേര് ദീന എന്നാണ്. ആ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ് ഒരു മകളുടെ പേരോടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. സ്ത്രീയെ, ആ പെൺകുട്ടിയെ ബലമായി പ്രാപിക്കുന്നു. അത് അബ്രാഹത്തിന്റെ മക്കൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ അവര് പിന്നെ അവരെ ഫോഴ്സിബിളായിട്ട് അവരെ കൊണ്ട് സർക്കംസിഷൻ ചെയ്യിക്കുന്നുണ്ട്. സർക്കംസിഷൻ ചെയ്യിച്ചു കഴിഞ്ഞ് ഫോഴ്സിബിളായിട്ട് ആ ട്രൈബിനെ അവർ ആക്രമിക്കുന്നുണ്ട്. ഒരുപാട് പേരെ കൊന്നുകളയുന്നുണ്ട്. പക്ഷെ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവരെ ട്രൈബിനെ ആക്രമിച്ച് കൊന്നിട്ട് അവരെ കൊള്ളയടിക്കുകയും അവരുടെ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും മുഴുവൻ പിടിച്ചോണ്ട് പോയി. അപ്പൊ ഈ കുഞ്ഞുങ്ങളെ സ്ത്രീകളൊക്കെ പിടിച്ചോണ്ട് പോയ യുദ്ധം അടുത്ത കാലത്തുണ്ടായതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് 4000 വർഷം മുൻപ് കാട്ടു മനുഷ്യരായിരുന്ന കാലത്ത് മനുഷ്യൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്.
ഈ ഒരു പണിയാണ് ഈ അടുത്ത കാലത്ത് ഇസ്രായേലിൽ കയറിയിട്ട് ഈ ഒരു ടീം ചെയ്ത് കാണിച്ചത്. എന്ന് വെച്ചാൽ അത്രയും പഴയ, അത്രയും കാടത്ത് നിറഞ്ഞൊരു പ്രവൃത്തിയാണിത്. ഒരു സമൂഹത്തെ ആക്രമിച്ച് അവരുടെ സ്ത്രീകളെ കുഞ്ഞുങ്ങളെ പിടിച്ചോണ്ട് പോകുക, എന്നിട്ട് സ്ത്രീകളെ വീതം വെച്ചെടുക്കുക, കുഞ്ഞുങ്ങളെയൊക്കെ അടിമകളാക്കുക. അന്ന് അടിമത്വമൊക്കെ ഉള്ള കാലമാണ്. അപ്പം അതിനുവേണ്ടി ചെയ്തിരുന്നൊരു സംഗതി. അതിനുശേഷം അവർ ഈ ഷെക്കേമിൽ നിന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇവർ പോയിട്ട് ഏദർ എന്ന് പറയുന്നൊരു പട്ടണത്തിൽ വന്നിട്ട് കൂടാരമടിസ്ഥായിട്ടാണ് ബൈബിൾ രേഖപ്പെടുന്നത്. ഈ ഏദർ എന്നുള്ള പട്ടണം ഈ ബത്തേലിനും ഹെബ്രോണിനും ബethlehem-നും ഇടയിലുള്ള സ്ഥലമാണ്. ഹെബ്രോൺ ഞാൻ പറഞ്ഞു, ഇത് ജെറുസലേമിൽ നിന്ന് ഏകദേശം 38-40 കിലോമീറ്റർ അകലെയുള്ള സ്ഥലമാണ്. ഈ ബethlehem എന്നുള്ളത് ജെറുസലേമിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. അപ്പൊ ഇതിന്റെ ഇടയിൽ ഇൻ ബിറ്റ്വീൻ ദീസ് ടു എഥേർ എന്ന് പറയുന്ന ഒരു പട്ടണത്തിലാണ് ഇവര് കൂടാരമടിച്ചിട്ടുള്ളത്. ഇപ്പൊ ഇവര് എഥേർ പട്ടണത്തിലെത്തി. എബ്രാഹാമിന് 12 ആൺമക്കളാണ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അവര് ഈ ഹെബ്രോണിനും എന്ന് പറഞ്ഞാൽ ഈ എഥേർ പട്ടണം ഏകദേശം ജെറുസലേമിൽ നിന്ന് ഒരു 15 കിലോമീറ്റർ അകലത്തിലാണ് എഥേർ പട്ടണം എന്ന് മനസ്സിലാക്കുന്നത്. അവിടെ ഒരു ടെന്റ് അടിച്ചിരിക്കുകയാണ്.